വെൽക്കം ടു മൈൽസ്റ്റോൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർഗവും വർഗ്ഗമൂലവും അഥവാ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ ഫസ്റ്റ് കുറേ വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. വർഗവും വർഗ്ഗമൂലത്തിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. എത്ര പാർട്ട് ഉണ്ടോ അത് മുഴുവനായിട്ട് കണ്ടാലേ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും അത് കണ്ടിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ സെക്കൻഡ് പാർട്ട് കാണുക. നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാനുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുക എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് കാണാനാണ് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. സ്ക്വയർ കാണാൻ ജസ്റ്റ് രണ്ടോട്ടം ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ എളുപ്പ വഴിയിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ വലിയ നമ്പേഴ്സൊക്കെ തരുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അത് കണ്ടുപിടിക്കാൻ തന്നെ വേണ്ടി വരും എന്താണെന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ടും പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പ്രിഫർ ചെയ്യാം. അപ്പോൾ ആദ്യം നോർമൽ മെത്തേഡ് പറഞ്ഞുതരാം, പിന്നീട് ഒരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യത്തെ മെത്തേഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സാമ്പിളായിട്ട് 1089 എന്നുള്ള ഒരു നമ്പർ, അതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ, കണ്ടുപിടിക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതായത് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതണം. നമ്മൾ ലസാഗുസാഗൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ എഴുതലില്ലേ, അതുപോലെ. അതായത് നോക്കിക്കോ, 1089 അല്ലേ നമ്മുടെ നമ്പർ. അപ്പോൾ 1089. ഇനി നമുക്ക് ആദ്യം ഏത് പ്രൈം നമ്പർ ഇതിൽ പോവും? ലാസ്റ്റ് 9 ആയതുകൊണ്ട് 2 പോവില്ല എന്തായാലും. അപ്പോൾ ഏത് പോവും? 3 പോവും. 3 എത്ര പ്രാവശ്യം? 10ൽ 3 3 പ്രാവശ്യം പോവും. ബാക്കി 10ൽ 3 പ്രാവശ്യം. 3 9, ബാക്കി 1 ഉണ്ടാവും. 18ൽ 3 6 പ്രാവശ്യം. 9ൽ 3 പ്രാവശ്യം. ഇനി ഇതിൽ വീണ്ടും 3 പോകുമല്ലോ. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3ൽ 1 പ്രാവശ്യം. ഓക്കെ, 121. ഇനി ഈ 121 ഏത് പോവും? 3 പോവുമോ? 3 പോവുമോ എന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് നോക്കുക? ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3ൻ്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. 2 1 3 1 4. 3ൻ്റെ ഗുണിതമല്ലല്ലോ. അപ്പോൾ 3 പോവില്ല. പിന്നെ ഏതാണ് അടുത്ത പ്രൈം നമ്പർ? 4 5 6 ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല. 7 പ്രൈം നമ്പറാണ്, പക്ഷേ 7 പോവില്ല. പിന്നെ ഏതാ? 11. 121 കാണുമ്പോൾ തന്നെ നമുക്കറിയാം 11 പോവും. എന്തുകൊണ്ട്? 11ൻ്റെ സ്ക്വയർ ആണല്ലോ 121. അപ്പോൾ 121ൽ 11 പ്രാവശ്യം പോവും. ഇനി 11ൽ ഏതെങ്കിലും പോവുമോ? പ്രൈം നമ്പറാണ് 11 അല്ലേ, അതിൽ വേറെ ഒന്നും പോവാനില്ല. അപ്പം 11 അവിടെ സ്റ്റോപ്പായി. അപ്പോൾ എന്താണ്? റൂട്ട് ഓഫ് ഈ നമ്പേഴ്സൊക്കെ എഴുതുക. അതായത് ഏതൊക്കെ? ഈ സൈഡിൽ നമ്മൾ കൊടുത്ത നമ്പേഴ്സ് 3 3 11 11. 3 × 3 × 11 × 11. അതായത് റൂട്ട് ഓഫ് 2 3 ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു 3 മാത്രമേ നമ്മൾ പുറത്തെടുക്കൂ അല്ലേ. ഒരു 3 മാത്രമേ നമ്മൾ പുറത്തെടുക്കൂ. അപ്പോൾ 3 × ഈ 2 3 സ്ക്വയർ റൂട്ടിൻ്റെ, അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ 3 × 3 പറഞ്ഞാൽ 3 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഒരു 3 പുറത്തെടുക്കുക. 2 11ൻ്റെ ഉള്ളിൽ നിന്ന് റൂട്ടിൻ്റെ ഉള്ളിൽ 2 11 ആകുമ്പോൾ ഒരു 11 പുറത്തെടുക്കുക. അപ്പോൾ 3 × 11 33 ആൻസറായിട്ട് വരുന്നത്. സംഭവം ക്ലിയർ ആയോ? ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 1089 ആയിരുന്നു നമ്മുടെ നമ്പർ. അപ്പോൾ അതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഫാക്ടേഴ്സ് ആക്കി എഴുതുന്നത്. അതായത് 2 പോവില്ല, 3 പോവും. 3ൽ 363 പ്രാവശ്യം പോവും. പിന്നെ 3 വീണ്ടും 121 പ്രാവശ്യം പോവും. 11 പ്രാവശ്യം പോവും. അവിടെ സ്റ്റോപ്പായി. ഇനി എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് ഈ സൈഡിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം 3 × 3 × 11 × 11. റൂട്ടിൻ്റെ ഉള്ളിൽ 2 3 2 11 ഉണ്ട്. അപ്പോൾ ഇത് പുറത്ത് റൂട്ട് കളയുമ്പോൾ ഒരു 3 × ഒരു 11. അപ്പോൾ 33 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? 2 3 എക്സാമ്പിൾസും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആയിക്കോളും. അടുത്തത് ഒരു 1444 എന്നുള്ള ഒരു നമ്പർ. ഓക്കെ, 1444. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ, നമുക്ക് ചെയ്യാൻ തുടങ്ങാം. 1444 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ലാസ്റ്റ് ഇരട്ട സംഖ്യ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അതിൽ 2 എന്തായാലും പോവും. അപ്പോൾ 2 എത്ര പ്രാവശ്യം പോവും?
14 2 7 പ്രാവശ്യം, ഈ 4 2 2 പ്രാവശ്യം, ഈ 4 2 2 പ്രാവശ്യം. ഇനി ഈ 722 വീണ്ടും എന്ത് പോവും? 2 പോവുമല്ലോ, 2 പോവും. 7 3 പ്രാവശ്യം, ബാക്കി 1, 12 6 പ്രാവശ്യം, 2 2 1 പ്രാവശ്യം, 361. 361 നമ്മൾ ഏത് നമ്പർ നോക്കിയാലും പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ 361 കാണുമ്പോൾ നമുക്കറിയാം. എന്തുകൊണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 to 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന്. അപ്പോൾ 19ൻ്റെ സ്ക്വയറാണ് 361. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ 361 ഏതൊക്കെ നമ്പർ പോകും തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 1 to 20 നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമുക്ക് അറിയാവുമെങ്കിൽ 361 കാണുമ്പോൾ തന്നെ നമുക്കറിയാം 19ൻ്റെ സ്ക്വയറാണ് 361. അപ്പോൾ 361 19 പ്രാവശ്യം അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് ഈ നമ്പേഴ്സൊക്കെ, അതായത് 2 × 2 × 19 × 19. 2 2 ഒരു 2 പുറത്ത് വന്നു, 2 19 ഒരു 19 പുറത്ത് വന്നു. 2 × 19 38 ആൻസർ. അതായത് 38ൻ്റെ സ്ക്വയറാണ് 1444, അല്ലെങ്കിൽ 1444ൻ്റെ റൂട്ടാണ് 38 എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു നമ്പർ ഉണ്ടല്ലോ, 2025 എന്നുള്ള നമ്പർ. ഇത് റൂട്ട് 2025 കണ്ടുപിടിക്കണം. അതായത് ഇത് നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് 5 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പ വഴി പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ്? ഒരു 25 എന്നുള്ളതിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് 5 ആകുമ്പോൾ എന്തായാലും 25 അല്ലേ? ഫസ്റ്റ് നമ്പർ ഏതാണോ അത് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ, അതായത് 2 × 3 ആദ്യത്തെ നമ്പറായിട്ട് വരുന്നത്. ഇത് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് വെച്ചിട്ട് ഇത് കണ്ടുപിടിച്ചൂടെ? ലാസ്റ്റ് 25 ആകുമ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്തായാലും എന്ത് വരും? 5 വരും. പിന്നീടുള്ള രണ്ടെണ്ണം ഏതാ? 20. 20 എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറും അതിൻ്റെ തൊട്ടടുത്ത നമ്പറും കൂടെ ഗുണിച്ചതാണ് 20. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 4ഉം തൊട്ടടുത്ത നമ്പറായ 5ഉം കൂടെ ഗുണിച്ചാലാണ് 20 കിട്ടുക. അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ? 4ഉം 5ഉം ഗുണിച്ചാലാണ് 20 കിട്ടുക. അതിൽ 4. അപ്പം 45ൻ്റെ സ്ക്വയറാണ് 2025. ഇത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തൊരു നമ്പർ ചെയ്ത് നോക്കാം. ഒരു 784, കുറച്ച് ചെറിയ നമ്പർ ആയിക്കോട്ടെ. 784 അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാമല്ലോ. 784, 4 എന്ന് ലാസ്റ്റ് ഉണ്ട്, ഇരട്ട സംഖ്യയാണ്. കണ്ട ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ചിട്ട് ചെയ്യാം. 7 2 3 പ്രാവശ്യം, ബാക്കി 1. 18 2 9 പ്രാവശ്യം, 4 2 2 പ്രാവശ്യം. വീണ്ടും 2 പോവും. 3 2 1 പ്രാവശ്യം, ബാക്കി 1 വരും. 3 ആവാൻ ബാക്കി 1 ഉണ്ടല്ലോ. 1. 19 2 എത്ര പ്രാവശ്യം? 19 2 പോവും. 9 പ്രാവശ്യം. 29 18, ബാക്കി 1. 12 2 6 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 19 2 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം, ബാക്കി 1. 16 2 8 പ്രാവശ്യം. വീണ്ടും 2 ചെയ്യാം. 9 2 4 പ്രാവശ്യം, ബാക്കി 1. 18 2 9 പ്രാവശ്യം. ഇനി എന്ത് പോവും? 49 7 പോവും. 7ൻ്റെ സ്ക്വയർ ആണല്ലോ 49. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. അപ്പോൾ റൂട്ട് ഓഫ് എത്ര വരും? 2 × 2 × 2 × 2 × 7 × 7. അതായത് ഈ 2 2 ഒരു 2 പുറത്തെടുത്തു, ഈ 2 2 ഒരു 2 പുറത്തെടുത്തു, ഇൻറ്റു ഈ 2 7 ഒരു 7 പുറത്തെടുത്തു. അപ്പോൾ 2 4 4 7 28 ആൻസർ കിട്ടും. 28ൻ്റെ സ്ക്വയറാണ് എത്ര? 784. ഇപ്പോൾ ഈസി ആയില്ലേ? കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്തായാലും 2 വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കൂടുന്നേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഒന്നും കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത മെത്തേഡ് പഠിക്കാം. ഇതെൻ്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണേ. എൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഈ മെത്തേഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നോക്കാം. 2704 ഇതാണ് നമ്പർ. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയാട്ടെ. കൂടെ തന്നെ 2704 2 പോവും. 1 പ്രാവശ്യം. 7 2 3 പ്രാവശ്യം, ബാക്കി 1. 10 5 പ്രാവശ്യം, 4 2 പ്രാവശ്യം. വീണ്ടും 2 പോവും. 13 2 6 പ്രാവശ്യം, 1. 15 2 7 പ്രാവശ്യം, 1 ബാക്കി. 12 2 6 പ്രാവശ്യം. വീണ്ടും 2 പോവും. 3 പ്രാവശ്യം. 7 2 3 പ്രാവശ്യം, ബാക്കി 1. 16 2 8 പ്രാവശ്യം. വീണ്ടും 2 വെച്ച് ചെയ്യുക. 3 1 പ്രാവശ്യം, ബാക്കി 1. 13 6 പ്രാവശ്യം, ബാക്കി 1. 18 2
9 പ്രാവശ്യം. 169 എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 13ൻ്റെ സ്ക്വയറാണ് 169. അപ്പോൾ 13ൽ 13 പ്രാവശ്യം 169. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ചെയ്ത് ഇത്രയും വരെ എത്തിനാ? ക്ലിയർ അല്ലേ? 2074 2 2 2 2 പോയി 338 169 വരെ 2 പോയിട്ടുണ്ട്. അതിലെന്ത് ചെയ്യും? 13ൻ്റെ സ്ക്വയറാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഈ 2 2 ഒരു 2 പുറത്തെടുത്തു, ഈ 2 2 ഒരു 2 പുറത്തെടുത്തു, 2 13 ഒരു 13 പുറത്തെടുത്തു. അപ്പോൾ എത്രയായി? 2 × 13 എത്ര? 2 × 13 26. 26 കൂട്ടിയാൽ അതായത് 26 × 2 52 ആയിരിക്കും ആൻസർ. ക്ലിയർ ആയല്ലേ? എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ വഴി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സ്ക്വയർ റൂട്ട് കണ്ടപ്പോൾ ഈ നമ്പർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഒരു 2-3 നമ്പർ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം കൂടുതൽ ക്ലിയർ ആയിക്കോളും. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്താണെന്നുള്ളത് പഠിക്കാം. സെക്കൻഡ് മെത്തേഡ് നോക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം നോക്കണേ. ഇവിടെ ഞാൻ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എഴുതിയിട്ടുണ്ട്. അതിൽ നോക്കിയേ, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെത് 16, 5ൻ്റെ 25, 6 36, 7 49, 8 64, 9 81. ഇതിൽ 1ൻ്റെ സ്ക്വയറും 9ൻ്റെ സ്ക്വയറും ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ് അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 1, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. 2ൻ്റെയും 2ൻ്റെയും 8ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 4 ആണ്. 3ൻ്റെയും 7ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 9. 4ൻ്റെയും 6ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 6. 5ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 സ്ക്വയർ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സ്ക്വയർ അറിയാവുമെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. ഇങ്ങനെ നോക്കുന്നത് നമുക്ക് സെക്കൻഡ് മെത്തേഡ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. 1ൻ്റെയും 9ൻ്റെയും സ്ക്വയർ 1-ലാണ് അവസാനിക്കുന്നത്. 2ൻ്റെയും 8ൻ്റെയും സ്ക്വയേഴ്സിൽ 4-ൽ അവസാനിക്കും. 3ൻ്റെയും 7ൻ്റെയും 9-ൽ അവസാനിക്കും. 4ൻ്റെയും 6ൻ്റെയും 6-ൽ അവസാനിക്കും. 5ൻ്റെ സ്ക്വയർ 25 ആയതുകൊണ്ട് 5-ൽ അവസാനിക്കും. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1089 എന്നുള്ള ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? 1089. ഈ മെത്തേഡ് ഉണ്ടല്ലോ, നിങ്ങൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അയ്യോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ ഇല്ല, സിമ്പിളാണ്. നിങ്ങളൊരു 4-5 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കോളും. ഓക്കെ ആണല്ലോ? അപ്പോൾ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ഭാഗമാക്കുന്നു. അതായത് 2 നമ്പർ വരുന്ന 2 ഭാഗം. ലാസ്റ്റത്തെ 2 നമ്പേഴ്സ് ഒരു സെറ്റാണ്. അതിന് മുന്നേ എത്ര നമ്പർ ഉണ്ടോ അതെല്ലാം കൂടെ ഒരു സെറ്റാക്കിയിട്ട് എഴുതുക. അതായത് ഒരു വര വരച്ചു, ഈ 2 നമ്പറിനെ ഒരുമിച്ചാക്കി. എന്നിട്ട് നോക്കിക്കോ, ഇതിലുണ്ടല്ലോ നമുക്ക് വേണ്ടുന്നത് ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമാണ്. ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് ഇവിടെ? 9. സ്ക്വയർ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ലാസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്? 3ൻ്റെ സ്ക്വയർ 9 ആണ്. 7ൻ്റെ സ്ക്വയർ 49 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പം ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നിക്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഒന്നിക്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇതിൻ്റെ ലാസ്റ്റ് സ്ക്വയർ 9 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നിക്കിൽ 3 ആവാം, അല്ലെങ്കിൽ 7 ആവാം. 7ൻ്റെയും 3ൻ്റെയും സ്ക്വയേഴ്സാണ് 9 ആയിട്ട് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. ക്ലിയർ? ഇത്രയാണ് ആദ്യം നമുക്ക് കിട്ടിയ പാട് ചെയ്തു വെക്കേണ്ട കാര്യം. 2 ഗ്രൂപ്പാക്കുക, ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് അത് ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് നമ്പേഴ്സ് എന്ന് നമ്മൾ എഴുതി വെച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഫസ്റ്റ് നമ്പർ എടുക്കുക, അതായത് ഫസ്റ്റ് 2 ഡിജിറ്റ്സ് 10. അതിന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 10ന് തൊട്ട് താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാ? 9 അല്ലേ? 3ൻ്റെ സ്ക്വയർ 9, അതാണ് 10ന് തൊട്ട് താഴെയായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ 3ൻ്റെ സ്ക്വയറാണ് 10ന് തൊട്ട് താഴെയായിട്ട് ഉള്ളത്. അതിനുണ്ടല്ലോ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. 3ൻ്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 4. എന്താ ചെയ്തേ? ഫസ്റ്റ് വരുന്ന 2 ഡിജിറ്റിൽ തൊട്ടടുത്ത താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണെന്ന് നോക്കുക. 9, അതായത് 3ൻ്റെ സ്ക്വയർ. അതിൻ്റെ തൊട്ടടുത്ത നമ്പറായ 4 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 12. ഇനി സംഭവം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ
ഇവിടെ ഒന്നിക്കിൽ 37 ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ 33 ആയിരിക്കും ആൻസർ. ഈ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി ശരിക്ക്. അത് 37 ആയിരിക്കും, ഒന്നിക്കിൽ 30, 3, 7, അല്ലെങ്കിൽ 3, 3 ആയിരിക്കും, 33 ആയിരിക്കും. അതിലേതെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ചത്. ഓക്കെ, 12. അപ്പം ഈ കിട്ടിയ നമ്പർ എന്താണ്? ഇവിടെയുള്ള 10നേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഈ ഗുണിച്ച് കിട്ടിയ നമ്പറിനേക്കാളും ചെറുതാണ് 10 എന്ന് പറയുന്നത്, അല്ലേ? ഗുണിച്ച് കിട്ടിയതിനേക്കാളും ചെറുതാണ് 10, അതുകൊണ്ട് തന്നെ ചെറിയ നമ്പർ എടുക്കുക. ക്ലിയർ? ഗുണിച്ച് കിട്ടിയ നമ്പറിനേക്കാളും ചെറുതാണ് 10, അതുകൊണ്ട് ഇതിൽ ചെറിയ നമ്പർ എടുക്കുക. അപ്പോൾ 33 ആയിരിക്കും നമ്മുടെ ആൻസർ. സംഭവം സിമ്പിളാണ്. ഫസ്റ്റ് കേൾക്കുന്നതുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. ഈ 7, 3 എടുത്തത് മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ. ഇനി 10 എടുത്തു. അതിന് തൊട്ടടുത്തുള്ള തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്ര? 3. 3ൻ്റെ സ്ക്വയർ. ഓക്കെ, 9 ആണ്. അതായത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 3. ഒന്നിക്കിൽ 37 ആയിരിക്കും, ഒന്നിക്കിൽ 33 ആയിരിക്കും ആൻസർ. അതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3ൻ്റെ തൊട്ടടുത്ത നമ്പറുമായിട്ട് ഗുണിച്ചു, 12. ഈ 12ന് താഴെയാണ് 10 വരുന്നത്, അതുകൊണ്ട് ചെറിയ നമ്പർ അതിൽ നിന്ന് എടുത്തു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുന്നാൽ ക്ലിയർ ആയിക്കോളും. 1444 എന്ന് പറയുന്ന നമ്പർ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഫസ്റ്റ് കിട്ടിയ ഉടനെ എന്താ ചെയ്യേണ്ടേ? കിട്ടിയ ഉടനെ 2 ഗ്രൂപ്പ് ആക്കുക. 44 ലാസ്റ്റ് വരുന്ന നമ്പേഴ്സ്. ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഏതാണ് ലാസ്റ്റ് ഡിജിറ്റ്? 4. ലാസ്റ്റ് ഡിജിറ്റ് 4 വരണമെങ്കിൽ ഏതൊക്കെയാണ്? 2ൻ്റെ സ്ക്വയർ 4 ആണ്, 8ൻ്റെ സ്ക്വയർ 64 ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് 2ഉം വരാം, 8ഉം വരാം. ഒന്നിക്ക് ലാസ്റ്റ് ഡിജിറ്റ് 2 ആവാം, അല്ലെങ്കിൽ 8 ആവാം. ക്ലിയർ ആണല്ലോ പറഞ്ഞത് എങ്ങനെയാണെന്ന്? ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ സെറ്റിലേക്ക് പോവാം. ആദ്യത്തെ നമ്പർ എത്രയാ? 14. 14ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാ? 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 16 ആവും. 14നേക്കാളും കൂടുതലാവും. അതെടുക്കാൻ പറ്റില്ല, താഴെ മാത്രമേ പാടുള്ളൂ. അപ്പം 3ൻ്റെ സ്ക്വയർ 9. അപ്പം 3 തന്നെയാണ് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട്. ഓക്കെ ആണല്ലോ? 3. അപ്പോൾ ഒന്നിക്കിൽ 32 ആവാം നമ്മുടെ ആൻസർ, അല്ലെങ്കിൽ 38 ആവാം നമ്മുടെ ആൻസർ. ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 3ൻ്റെ തൊട്ടടുത്ത നമ്പറായ 4 കൊണ്ട് ഗുണിക്കുക. എത്ര? 12. ആൻസർ 12. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പർ ഈ ഗുണിച്ച് കിട്ടിയ നമ്പറിനേക്കാളും എന്താണ്? കൂടുതലാണ്, അല്ലേ? ഗുണിച്ച് കിട്ടിയ നമ്പറിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഒറിജിനലി വേണ്ടുന്ന നമ്പർ. അപ്പം കൂടിയ നമ്പർ ആയിരിക്കും ആൻസർ. അതായത് 38. അതായത് 38ൻ്റെ സ്ക്വയറാണ് 1444. ക്ലിയർ ആയോ സംഭവം? ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ ആണല്ലോ. ഇതെടുത്തത് മനസ്സിലായി. അതിനെ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ടേബിൾ പറഞ്ഞിട്ട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ? അത് അതിനാണ്. തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. അതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. കൂടുതലാണോ കുറവാണോ വരുന്ന നമ്പർ ഒന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. ഇനി ഒരു ചെറിയ നമ്പർ എടുത്ത് ചെയ്ത് നോക്കാമല്ലോ. 784. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു നോക്കിയേ. എങ്ങനെയായാലും ടീമാക്കുന്നത് എങ്ങനെയാ? ലാസ്റ്റ് 2 നമ്പറിന് ഒരു ടീം ആക്കണം. അതിന് മുന്നേ എത്ര നമ്പർ ഉണ്ടോ അതൊക്കെ ഒരു ടീം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം ഒരു ടീം ആക്കണം. അപ്പോൾ ലാസ്റ്റ് നമ്പർ 4 ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെയിം. ഒന്നിക്കിൽ 2 വരാം ലാസ്റ്റ്, അല്ലെങ്കിൽ എന്ത് വരാം? 8 വരാം ലാസ്റ്റ്. മുന്നേയുള്ള നമ്പർ ഏതാ? 7 ആണ്. 7ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 7ന് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4 വരും. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 7 കൂടുതലായി, അത് പറ്റില്ല. അപ്പോൾ 2ൻ്റെ സ്ക്വയർ. അപ്പോൾ 2. അപ്പോൾ 22ഓ 28ഓ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2നെ തൊട്ടടുത്ത നമ്പറായ 3 കൊണ്ട് ഗുണിക്കുക. 6. 6നേക്കാളും കൂടുതലാണ് 7 എന്ന് പറയുന്നത്. കൂടുതലാണെങ്കിൽ കൂടിയ നമ്പറായ 28 ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? സംഭവം ഭയങ്കര സിമ്പിളാട്ടോ. നമ്മൾ നേരത്തെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിനേക്കാളും ഭയങ്കര സിമ്പിളായിട്ടുള്ള മെത്തേഡാണിത്. നമുക്ക് ചെയ്യാം. ഒരു 3-4 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം, അപ്പോൾ ക്ലിയർ ആയിക്കോളും. അടുത്തൊരു നമ്പർ 2704. ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. നമ്പർ എത്രയാണ്? 2704. ടീമാക്കിക്കോ. 2 നമ്പർ വെച്ചിട്ട് ടീമാക്കി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലാസ്റ്റ് 4 ആണ്. അപ്പോൾ ഏതൊക്കെ വരാം? 2ൻ്റെ സ്ക്വയർ 4 ആണ്, 8 8 64 ആണ്. അപ്പോൾ 8ൻ്റെ സ്ക്വയറിലും ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്. മുന്നേയുള്ള 2 നമ്പേഴ്സ് എത്രയാണ്?
27. 27 തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കണ്ണുപൂട്ടി പറയാം എത്രയാണ്? 25 തൊട്ട് താഴെ വരുന്നത് അല്ലേ? അത് ഏതിൻ്റെയാ? 5ൻ്റെ സ്ക്വയറാണ് 25. അപ്പോൾ ഒന്നിക്കൽ നമ്മുടെ ആൻസർ 52 അല്ലെങ്കിൽ 58. ഇനി ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 5ന് തൊട്ടടുത്ത നമ്പറായ 6 കൊണ്ട് ഗുണിക്കുക. 30 വരും. 30നേക്കാളും കുറവാണ് 27. കുറവാണെങ്കിൽ കുറഞ്ഞ നമ്പർ എടുക്കുക. 52 ആൻസറായി. ഇപ്പോൾ സിമ്പിളായില്ലേ? കുറച്ച് 30ന് ഗുണിച്ച് കിട്ടിയതിനേക്കാളും കുറവാണോ കൂടുതലാണോ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള നമ്പർ നോക്കുക. കുറവാണെങ്കിൽ ഇതിൽ കുറഞ്ഞ നമ്പർ ആയിരിക്കും ആൻസർ, കൂടുതലാണെങ്കിൽ അതിൽ കൂടിയ നമ്പർ ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? ഒന്നും കൂടെ നോക്കാം. 2209 2209 എന്നുള്ള ഒരു നമ്പർ ക്ലിയർ ആണല്ലോ. ടീമാക്കി 09. അപ്പോൾ 9 ലാസ്റ്റ് വരണമെങ്കിൽ 339 77 49. ഓക്കെ, അതാണ് ലാസ്റ്റ് 9 വരുന്നത്. അപ്പോൾ ഒന്നിക്കൽ 3 ആവാം അല്ലെങ്കിൽ 7 ആവാം. ക്ലിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്. 22 ഫസ്റ്റ് വരുന്ന നമ്പർ. അതിന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ ആകുമ്പോൾ അത് 25 22നേക്കാളും കൂടുതലായി. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൊട്ട് താഴെയുള്ള ഏതാ? 4ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അതായിരിക്കും 22ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 43 47 നമ്മുടെ ആൻസർ? നോക്കാമല്ലോ. 4ൻ്റെ തൊട്ടടുത്ത നമ്പറായ 5 കൊണ്ട് ഗുണിച്ചു. 20 വന്നു. 20നേക്കാളും കൂടുതലാണ് 22. 22 കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൽ കൂടിയ നമ്പറായിരിക്കും ആൻസർ. ഏതാ? 47. സംഭവം ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതൊക്കെ ഇതേ മെത്തേഡിൽ തന്നെയാണ്. എൻ്റെ കൂടെ നിങ്ങളും ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അടുത്തൊരു നമ്പർ എടുക്കാം അല്ലേ നമുക്ക്? 10201. ചെറിയൊരു മാറ്റമുണ്ട് നമ്പറിന്. എന്തുകൊണ്ട് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ ചെയ്തത് 4 ഡിജിറ്റാണ്, ഇത് 5 ഡിജിറ്റ് നമ്പറാണ്. ഒരു പ്രശ്നവുമില്ല. 2 എണ്ണം എത്ര ഡിജിറ്റ് ആണെങ്കിലും ലാസ്റ്റ് 2 എണ്ണം ആയിരിക്കണം ഒരു ടീം. ബാക്കി എത്ര നമ്പർ മുന്നിലുണ്ടോ അതൊക്കെ അടുത്ത ടീം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ 1 ലാസ്റ്റ് വരുന്നത്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1. 9ൻ്റെ സ്ക്വയർ 81. അപ്പോൾ 1 വരാം 9 വരാം. ക്ലിയർ ആണല്ലോ? 1 വരാം 9 വരാം. ഇനി മുന്നേയുള്ള നമ്പർ എത്രയാ? 102. 102ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാ? കണ്ണും പൂട്ടി നമുക്ക് പറയാം. എന്താണ്? 10. 10ൻ്റെ സ്ക്വയർ 100. 102ന് താഴെ 100 എന്നല്ലേ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 10ൻ്റെ സ്ക്വയറാണ് തൊട്ട് താഴെയായിട്ട് വരുന്നത്. അപ്പോൾ 10 ഈ 1 101 10ഉം 9ഉം 109 നമ്മുടെ ആൻസർ എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 10ൻ്റെ തൊട്ടടുത്ത നമ്പറായ 11 കൊണ്ട് ഗുണിച്ചോ. 110. 110നേക്കാളും ചെറുതാണ് 102. ചെറുതാണെങ്കിൽ ഇതിൽ ചെറിയ നമ്പർ, അതായത് 101 നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ. അടുത്തത് എന്തായാലും എൻ്റെ കൂടെ ചെയ്യണം എല്ലാവരും. ഇതേ സംഭവം തന്നെയാണ്. എല്ലാവരും ചെയ്തോ. 11664 ഇതാണ് നമ്പർ. 11664. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ? 11664. ഓക്കെ ആണല്ലോ? ടീമാക്കിക്കോ. 2 എണ്ണം വരുന്ന ടീം ഫസ്റ്റ്, 2 എണ്ണം ലാസ്റ്റുള്ള 2 എണ്ണം ഒരു ടീം, പിന്നെയുള്ള 3 എണ്ണം അടുത്ത ടീം. 4 വരുന്നത്. 4 വരുമ്പോൾ ഏതൊക്കെ വരാം? 2ൻ്റെ സ്ക്വയർ 4. 8 8 64. അപ്പോൾ 8ഉം 2ഉം വരാം 8ഉം വരാം. 116ന് തൊട്ട് താഴെയുള്ളത് എത്രയാണ്? 10ൻ്റെ സ്ക്വയർ 100. 11ൻ്റെ സ്ക്വയർ 121. അപ്പോൾ 116നേക്കാളും കൂടുതലാണ്. അപ്പോൾ 11ൻ്റെ സ്ക്വയർ എടുക്കാൻ പറ്റില്ല, 10ൻ്റെ സ്ക്വയർ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 തന്നെയാണ് സെയിം. ഇനി 102 108 എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ചു. 110. 110നേക്കാളും കൂടുതലാണ് എന്ത്? 116. കൂടുതലാണെങ്കിൽ ഇതിൽ കൂടിയ നമ്പർ എത്രയാ? 108. അതായിരിക്കും നമ്മുടെ ആൻസർ. ഇപ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ചെയ്ത് നോക്കിയാൽ അത് ക്ലിയർ ആയിക്കോളും. ഒരു 2 എണ്ണം കൂടെ ചെയ്തിട്ട് നമുക്ക് മതിയാക്കാം. അടുത്തൊരു നമ്പർ എഴുതാം. 13400
56. ഇങ്ങനെ ഒരു നമ്പർ എൻ്റെ കൂടെ തന്നെ ചെയ്യണം എല്ലാവരും. 13,456 ടീമാക്കിക്കോ. 56 ഒരു ടീം, ബാക്കിയുള്ളത് അടുത്ത ടീം. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത്. 6 എന്ന് പറയുമ്പം ഏതൊക്കെ വരാം? 4 4 16, 6 6 36. ഓക്കെ, അപ്പം 4ഉം വരാം 6ഉം വരാം. 134 നമ്പർ വരുന്നത്. 134 തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? 11ൻ്റെ സ്ക്വയർ 121, 12ൻ്റെ സ്ക്വയർ 144. അപ്പോൾ 12ൻ്റെ സ്ക്വയർ നമുക്ക് എടുക്കാൻ പറ്റില്ല, 134 കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 11ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 11ഉം 4ഉം ആണോ 11ഉം 6, 116 ആണോ നമ്മുടെ ആൻസർ എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക? 11നെ 12 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 11നെ 11 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 121. അപ്പോൾ ഒരു 11ഉം കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയാൽ 132 വരും. അപ്പോൾ 132നെക്കാളും വലുതാണ് 134. അതുകൊണ്ട് ഇതിൽ വലിയ നമ്പറായിട്ടുള്ള 116 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തീർന്ന്. സെക്കൻഡ് സ്റ്റെപ്പിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കി 2 എണ്ണം ഓപ്ഷൻ ആയിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ചിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതിനേക്കാളും ചെറുതാണോ വലുതാണോ എന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. ആ പ്രൈം ഫാക്ടറൈസേഷനെക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 151 29, 15,129. ടീമാക്കാലോ? ഇതാ 29നെ ഒരു ടീമാക്കി. 9 എന്ന് പറയുമ്പോൾ 1ഉം വരാം, 9 എന്ന് പറയുമ്പോൾ 3ഉം വരാം, 7 7 49. അപ്പം 3ഉം 7ഉം വരാം. അതവിടെ സ്റ്റോപ്പായി. ഇനി 151ന് തൊട്ട് താഴെയുള്ള എത്രയാണ്? 12ൻ്റെ 144, 13ൻ്റെ 169. അപ്പോൾ അത് പറ്റില്ല. അപ്പം 12ൻ്റെതേ എടുക്കാൻ പറ്റുള്ളൂ, 144. അപ്പോൾ 12. 123ഉം 127ഉം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതിലേതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്തു? തൊട്ടടുത്ത നമ്പറായിട്ടുള്ള 13 കൊണ്ട് ഗുണിച്ചു. 12നെ 12 പ്രാവശ്യം ഗുണിച്ച് കഴിഞ്ഞാൽ 144 നമുക്കറിയാം. അതിൻ്റെ പരം ഒരു 12ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 156. ഓക്കെ, 156. 156നെക്കാളും ചെറുതാണ് 151. ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ നമ്പർ എടുക്കുക. 123 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. ഇത് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ താഴെ കമൻറ്റ് ചെയ്ത് റൂട്ട് ചെറിയൊരു നമ്പർ എഴുതാം. 3969. അതായത് 3969ൻ്റെ റൂട്ട് എത്രയാണെന്ന് ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും പിന്നെ ഒരു ഷോർട്ട് കട്ടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ഫോളോ ചെയ്യുക. ഈ ഷോർട്ട് കട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ ഈ വീഡിയോയും കൂടി ആയിക്കഴിഞ്ഞാൽ വർഗ്ഗമൂലത്തിൻ്റെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ഇതിൽ തന്നെ പറയുന്നില്ല. നിങ്ങൾ ഏതായാലും ഈ വർഗ്ഗമൂലം കണ്ടുപിടിക്കേണ്ട സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് പഠിക്കും. അപ്പോൾ അത് പാർട്ട് 3 ആയിട്ട് ചെയ്താൽ നിങ്ങൾ എന്തായാലും കാണില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാണുമോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം ഞാൻ പാർട്ട് 3 ആയിട്ട് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുക. അപ്പോൾ പാർട്ട് 3 ആയിട്ട് വർഗ്ഗവും വർഗ്ഗമൂലവും വീണ്ടും ചെയ്യണോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സജഷൻസും കൂടെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഏതെങ്കിലും ടോപ്പിക്ക് ഇനി അടുത്തത് ആയിട്ട് എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് എടുക്കുക. കുറച്ച് ചെറിയ തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. ഇനി നമുക്ക് ഫാസ്റ്റായിട്ട് ടോപ്പിക്കൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.